ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത വാഹനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അധികമാർക്കും ഈ വിവരം അറിയണമെന്നില്ല. 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ ആദ്യമായി ഒരു വാഹനം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആരായിരുന്നു ആ വാഹനത്തിന്റെ ഉടമ എന്നറിയണ്ടേ? അന്നത്തെ തിരുവിതാംകൂർ മഹാറാണിയായിരുന്ന സേതു പാർവതി ഭായിയുടെ പേരിലായിരുന്നു ആദ്യമായി ഒരു വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കാറിന് കിട്ടിയ നമ്പർ KLT1 ആയിരുന്നു. അക്കാലത്തെ മികച്ച ആഡംബര വാഹനമായിരുന്ന സ്റ്റുഡ്ബേക്കർ പ്രസിഡന്റ് എന്ന വിദേശ നിർമ്മിത കാറായിരുന്നു സേതു പാർവതി ഭായിയുടേത്. അന്ന് വൻ പ്രതാപമായിരുന്നു KLT1 എന്ന ഈ കാറിന്. രാവിലെ കൊട്ടാരത്തിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു റൗണ്ട് ട്രിപ്പ് ആയിരുന്നു ഈ കാർ രാജാവിന്റെ ദിവസേനയുള്ള ഡ്യൂട്ടി. രാവിലെ 6:30 മുതൽ 8:15 വരെയുള്ള സമയത്തായിരുന്നു ഈ യാത്ര. ആ സമയത്ത് തലസ്ഥാനത്തെ ആളുകൾ ഈ യാത്ര കാണുവാൻ മാത്രമായി വഴിയരികിൽ വന്നു നിൽക്കുമായിരുന്നു. അന്നൊക്കെ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ KLT1 സ്റ്റുഡ്ബേക്കർ പ്രസിഡന്റ് കാർ ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നുവെന്ന് പഴമക്കാർ ഇന്നും ഓർക്കുന്നു. അമേരിക്കയിൽ നിന്നും കൽക്കട്ടയിലേക്ക് കാറിന്റെ പാർട്സുകൾ എത്തിക്കുകയും കൽക്കട്ടയിൽ വെച്ച് അവ ഒന്നിച്ചു ചേർത്ത് പുതിയൊരു കാറായി രൂപം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. 1985 മഹാറാണി സേതു പാർവതി ഭായ് അന്തരിച്ചു. മഹാറാണിയുടെ വിടവാങ്ങലോടെ ഈ കാർ കൊട്ടാരത്തിലെ വിശ്വസ്തനായ ഡോക്ടറായിരുന്ന ഡോക്ടർ പിള്ളയ്ക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് കുറെ നാൾ ഈ രാജവാഹനം ഡോക്ടർ പിള്ളയാണ് ഉപയോഗിച്ചിരുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടറും മരിച്ചതോടെ ഈ കാർ നാട്ടിൽ അനാഥമാകുന്ന അവസ്ഥ വന്നു. പിന്നീട് 1998 ഡോക്ടർ പിള്ളയുടെ ഇംഗ്ലണ്ടിൽ താമസക്കാരനായിരുന്ന മകൻ ഈ കാർ കേരളത്തിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹവും ഒരു ഡോക്ടർ തന്നെയായിരുന്നു. കൊച്ചിയിൽ നിന്നും ഒരു കണ്ടെയ്നറിൽ ആക്കിയായിരുന്നു കാർ UK കൊണ്ടുപോയത് എന്ന് പറയപ്പെടുന്നു. ഇംഗ്ലണ്ടിൽ എത്തിച്ച ശേഷം നമ്മുടെ ഈ രാജശകടത്തെ ഡോക്ടർ ഇരുണ്ട നീല നിറവും വെള്ള നിറവും പെയിന്റ് അടിച്ച് രൂപമാറ്റം വരുത്തി. പിന്നീട് ഈ കാർ കുറച്ചു നാളുകൾക്ക് ശേഷം ഡോക്ടർ മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷവും ഈ കാർ പല ഉടമസ്ഥരിൽ കൂടി കൈമറിഞ്ഞ് അവസാനം UK പ്രമുഖ ഓൺലൈൻ വിപണിയായ eBayയിൽ എത്തി. ഉടമസ്ഥരിൽ ആരോ അതുവഴി വിൽക്കുവാൻ ശ്രമിച്ചതായിരുന്നു. 2010 ഫെബ്രുവരിയിലായിരുന്നു അത്. eBayയിലെ പരസ്യം കണ്ട് ഇയാൻ എന്നൊരാൾ ഈ കാർ വാങ്ങുകയും ചെയ്തതായി പറയുന്നു. കാർ വാങ്ങിയയാൾക്ക് ഇതിന്റെ പൂർവ്വചരിത്രം ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവസാനം സോഷ്യൽ മീഡിയയിൽ ഈ കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടാണ് തന്റെ കയ്യിലുള്ളത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണിയുടേതായിരുന്നുവെന്ന് ഇയാൻ മനസ്സിലാക്കിയത്. ഇതിനെക്കുറിച്ച് ഇയാൻ പ്രമുഖ ഓട്ടോമോട്ടീവ് പബ്ലിക് ഗ്രൂപ്പായ ടീം BHPയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് നമ്മുടെ നാട്ടുകാരിൽ ചിലരെങ്കിലും ഈ കാര്യങ്ങൾ അറിയുവാനിടയായത്. KLT1 എന്ന നമ്പറിൽ കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത ഈ കാർ ഇന്ന് അതേ നമ്പരോടെ നമുക്ക് കാണുവാൻ ഭാഗ്യമില്ലാതായി. ഇപ്പോൾ NSJ 269 എന്ന UK നമ്പറുമായാണ് ഈ കാർ ഓടുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും പല തലമുറകൾ ഉപയോഗിച്ചിട്ടും ഇന്നും ഈ കാർ ഇംഗ്ലണ്ടിലെ വീതികളിലൂടെ യാതൊരു തളർച്ചയുമില്ലാതെ ഓടുന്നു.